സുഹൃത്തുക്കളെ നമസ്കാരം. മെയ് മാസം ചെയ്യേണ്ട കൃഷിപ്പണികളെ പറ്റിയാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ കടുത്ത വേനലാണ്. ഈ വേനലിനിടയിലും കേരളത്തിൽ പല സ്ഥലങ്ങളിലും മഴ ലഭിച്ചു തുടങ്ങി. ജൂൺ പകുതിയോടുകൂടി കാലവർഷം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങളുടെ നടീൽ സമയമാണ്. നമുക്കറിയാം, ചേന, ചേമ്പ് തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങൾ നമ്മൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് പലതരത്തിലുള്ള രോഗങ്ങൾ തടയാൻ വേണ്ടി നമുക്ക് സാധിക്കുമെന്ന് നമ്മളെ പഴമക്കാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിഴങ്ങുവർഗ്ഗങ്ങളുടെ നടീൽ രീതികളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കത് തന്നെ നോക്കാം. അപ്പോൾ ഉഷ്ണമേഖല വിളയായ ചേന നടാൻ പറ്റിയ സമയമാണ് ഈ ഏപ്രിൽ മെയ് മാസങ്ങൾ. അപ്പോൾ അതിന് ചെറിയ കുഴികൾ എടുക്കണം. ആദ്യം നന്നായിട്ട് മണ്ണ് കൊത്തി ഇളക്കിയതിന് ശേഷം ചെറിയ കുഴി എടുക്കുക. നമ്മൾ സിമെൻറ്റ് ചട്ടിയുടെ ഒരു വലിപ്പം മതി കുഴി. അതിലേക്ക് നമ്മൾ നല്ല മുള വന്നൊരു ചേന വിത്ത് എടുത്ത് വെക്കുക. ചുറ്റും കുറച്ച് കരികിലില്ലേ, നന്നായിട്ട് നല്ല പൊടിഞ്ഞ കരികിലുണ്ടെങ്കിൽ ചുറ്റും കരികിലിടുക. അതിൻ്റെ മുകളിലേക്ക് ഒരു 2-3 കപ്പ് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതാണ് ചേന നടാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് ശേഷം മണ്ണ് കൂട്ടി കൊടുക്കുക. മണ്ണ് കൂട്ടി കൊടുത്തതിന് ശേഷം ചേനയ്ക്ക് കുറച്ച് പൊതയിടുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം സിറ്റിയിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് സ്ഥലപരിമിതിയുള്ളവർക്ക് നടീൽ മിശ്രം നിറച്ചിട്ട് ചട്ടിയിലോ ഗ്രോ ബാഗിലൊക്കെ ചേന ഇതേപോലെ നടാൻ വേണ്ടി സാധിക്കും. പിന്നെ നമ്മൾ പ്രധാന ഇനമാണ് മരച്ചീനി, കൊള്ളിക്കിഴങ്ങ്, പൂള, കപ്പ എന്നൊക്കെ പറയുന്നത് നമ്മൾ മരച്ചീനി അല്ലേ. അപ്പോൾ മരച്ചീനിയും നടാൻ പറ്റിയ സമയമാണ് ഈ മെയ് മാസം. അപ്പോൾ പറമ്പുകളിലാണെങ്കിൽ ഏറ്റവും നല്ല സമയമാണ്, കാരണം പിന്നീട് മഴ ലഭിക്കുമല്ലോ. അപ്പം മണ്ണ് നന്നായി കൊത്തി ഇളക്കിയതിന് ശേഷം ഒന്ന് കൂടം വെട്ടുക. കൂടം എന്ന് പറഞ്ഞാൽ വട്ടത്തിൽ കൂടം വെട്ടുക, അല്ലെങ്കിൽ ഏരി വെട്ടിയാലും കുഴപ്പമില്ല. എന്നിട്ട് ശേഷം നടുക്ക് ഒരു ചെറിയൊരു കുഴി എടുത്തതിന് ശേഷം അതിലേക്ക് 1-2 കപ്പ് നമ്മൾ കോഴിക്കാഷ്ടമല്ല, തണുത്ത കോഴിക്കാഷ്ടം ഇട്ട് കൊടുക്കുക. കോഴിക്കാഷ്ടം കപ്പയ്ക്ക് നല്ല വളമാണ്. അത് ചുറ്റുവിട്ടതിന് ശേഷം ഒന്നുകൂടി നന്നായി കൊത്തി ഇളക്കിയതിന് ശേഷം കുഴി മൂടുക. പിന്നെ നമ്മൾ കപ്പത്തണ്ടെന്ന് പറഞ്ഞാൽ നല്ല മൂത്ത കപ്പത്തണ്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതിലൊരു 15 സെൻറ്റിമീറ്റർ കഷ്ണം ആയിട്ടുള്ളൊരു കഷ്ണങ്ങൾ മുറിച്ചിട്ടാണ് നടേണ്ടത്. അപ്പോൾ ഏരി വെട്ടിയിലാണേലും ഈ കപ്പകൾ തമ്മിൽ ഒരു 3/4 മീറ്റർ, 1/4 മീറ്ററെങ്കിലും അകലം പാലിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെയാണ് കപ്പ നടുന്ന രീതികൾ. പിന്നെ നമ്മൾ കാവത്ത്, ചേമ്പൊക്കെ ഉണ്ടല്ലോ. ചേമ്പും കാവത്തിന് നമ്മൾ മറ്റൊരു പേരുണ്ട്, കാച്ചിലെന്നല്ലേ. അപ്പോൾ ഈ കാച്ചിലും ഇതേപോലെ തന്നെ ചെറിയ കൂനകൾ എടുക്കുക. അതിൽ നിന്ന് മണ്ണ് നന്നായി കൊത്തി ഇളക്കിയതിന് ശേഷം കൂനകൾ എടുത്ത് അതിൽ കൂനയിൽ ചെറിയ കുഴി എടുക്കുക. അതിലേക്ക് കുറച്ച് കരികിലേക്ക് ഇട്ടതിന് ശേഷം ചെറിയ കഷ്ണങ്ങൾ എടുക്കുക. എന്നിട്ട് കാവത്തിൻ്റെ അല്ലെങ്കിൽ കാച്ചിലിൻ്റെ കഷ്ണം വെച്ചതിന് ശേഷം കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുഴി മൂടുക. നമ്മൾ കാവത്തപ്പോൾ നടുമ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് നല്ലത്. അപ്പം മരത്തിൽ കയറിയ വള്ളീനുമാണല്ലോ, വള്ളി കയറി പൊക്കോളും. പിന്നെ ചേമ്പ് നമ്മൾ ഇതേപോലെ തന്നെ കൂനകൾ കൂട്ടി ചേമ്പ് നടാം. ചേമ്പ് നടാൻ പറ്റിയ സമയമാണ് കേട്ടോ മെയ് മാസം. പിന്നീട് മഴ ലഭിക്കില്ല. അപ്പോൾ ചേമ്പ് നടാൻ വേണ്ടി നമുക്ക് വിത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് മേടിക്കുന്ന വിത്ത് ചേമ്പുണ്ടല്ലോ, അതിൻ്റെ കഷ്ണങ്ങളാക്കി മുറിച്ച് നട്ടാലും മതി. അതും ഇതുപോലെ തന്നെ കൂന കൂട്ടി ചേമ്പ് നടാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാവിധ കിഴങ്ങ് വർഗ്ഗങ്ങൾ നടുന്ന കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും ഇതുപോലെ ഒക്കെ ചെയ്യാൻ സാധിക്കട്ടെന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.